ജീവിതത്തിൽ ഒത്തിരിയേറെ ആളുകൾ പരാജയപ്പെട്ടു പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഒത്തിരിയേറെ ആളുകൾ വിജയിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരാജയപ്പെട്ടവരുടെ ചരിത്രം നമ്മളൊന്ന് എടുത്ത് പഠിക്കുക, അതുപോലെ വിജയിച്ചവരുടെ ചരിത്രം എടുത്ത് പഠിക്കുക. ഈ അടുത്ത കാലത്ത് നമുക്കെല്ലാം അറിയാവുന്ന ഒന്നാണ് സഞ്ജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ക്രിക്കറ്റിലൂടെ ലോകം അറിയപ്പെടുന്ന ഒരു താരമായി മാറി. എന്നാൽ ഇതേ സഞ്ജുവിനെ കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എടുത്തു പഠിച്ചാൽ ഒത്തിരിയേറെ കല്ലേറുകൾ കൊണ്ട വ്യക്തിയാണ്. ഒത്തിരിയേറെ അധിക്ഷേപങ്ങളും മാറ്റി നിർത്തപ്പെടലുകളും കിട്ടിയ ഒരു വ്യക്തിയാണ്. എന്നാൽ അവിടെയൊക്കെ പിന്മാറി പോകാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ സഞ്ജു എന്ന് പറയുന്ന ആ വ്യക്തി. നമുക്കറിയാം, അദ്ദേഹം ജയിച്ച ഉടനെ അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു? മുട്ടുകൾ മടക്കി ദൈവത്തിനെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതുപോലെ റാങ്ക് മേടിച്ച പല വ്യക്തികളും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, അവർ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു, തങ്ങളുടെ പരാജയങ്ങളെയൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് ജീവിതത്തിൽ മുൻസ്ഥാനം കൊടുത്തു, ദൈവത്തിനെ ആരാധിച്ചു. അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് രണ്ട് വ്യക്തികളെ കാണാം. അതിലൊരാളാണ് പത്രോസ്, മറ്റൊരു വ്യക്തിയാണ് ദാവീദ്. പത്രോസ് ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ്, വിശ്വസിച്ച വ്യക്തിയാണ്, നല്ല ബോധ്യമുണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഒരിക്കൽ ക്രിസ്തു വെള്ളത്തിലൂടെ നടന്നു വരുമ്പോൾ പത്രോസ് നടന്നു ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് നടന്നു ചെല്ലുന്നു, എന്നാൽ ഇടയ്ക്ക് വെച്ച് പത്രോസ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യം പത്രോസ് നോക്കിയത് ദൈവത്തിങ്കിലേക്കായിരുന്നു, പിന്നീട് പത്രോസ് നോക്കിയത് പ്രശ്നങ്ങളിലേക്കാണ്. ദൈവത്തിങ്കിലേക്ക് നോക്കിയ പത്രോസ് നടന്നു നീങ്ങുകയും പ്രശ്നങ്ങളിലേക്ക് നോക്കിയ പത്രോസ് താന്നു പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദാവീദിനെ നമ്മൾ കാണുന്നത് എന്താ? ദാവീദിന് നേരെ കടന്നു വന്ന ഗോലിയാത്തിലേക്കല്ല ദാവീദ് നോക്കിയത്. തന്നെ രക്ഷിച്ച, തൻ്റെ കൂടെയുള്ള, തനിക്ക് ആശ്രയമായിരുന്ന ദൈവത്തിങ്കിലേക്ക് ദാവീദ് നോക്കി. ഒരിക്കലും ദാവീദ് പ്രശ്നമായി നിൽക്കുന്ന ഗോലിയാത്തിൽ നോക്കിയില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കിയതുകൊണ്ടാണ് ആ വലിയ പ്രശ്നത്തെ പരാജയപ്പെടുത്തുവാനും ഭീമാകാരനായ ഗോലിയാത്തിനെ പരാജയപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാനും വിജയശ്രീ ലാളിതനായി തീരാനും ദാവീദിന് സാധിച്ചത്. പ്രശ്നങ്ങളിലേക്ക് അല്ല നമ്മൾ ജീവിതത്തിൽ നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രശ്നങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന വ്യക്തികൾ പരാജിതരും, പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ നോക്കിയിരിക്കുന്നവർ തീർച്ചയായിട്ടും വിജയിക്കുകയും ചെയ്യുമെന്നാണ് ദാവീദും പത്രോസും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ദൈവത്തോടെ ചേർന്ന് നിൽക്കുവിൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുമെന്നൊക്കെ ഒത്തിരിയേറെ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതേ സ്നേഹമുള്ളവരെ, പ്രശ്നങ്ങളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, പിന്നെയോ ദൈവത്തിങ്കിലേക്ക്. അങ്ങനെ നോക്കുന്ന വ്യക്തികൾ തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കും. ആ വിജയിക്കുന്നവരിൽ ഒരാളായി നിങ്ങളും തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.